കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിലെ സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ വ്യാജ പ്രചാരണങ്ങളുടെ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ പല രീതിയിൽ പല തരത്തിൽ നടക്കുന്നുണ്ട്. മിക്കവാറുമുള്ള എല്ലാ വ്യാജ പ്രചാരണങ്ങളെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളെയും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെയും ഇടതുപക്ഷത്തെ ഒന്നാകെയും തകർത്തുക തളർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പല വ്യാജ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗത്തിൻ്റെ മേധാവിയായിട്ട് കനോഗുലു എത്തിയതിനു ശേഷം ഇരട്ടിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ സെല്ലുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ സെല്ലുമുണ്ട്. രണ്ടുപേരും ചേർന്നുള്ള ശക്തമായ വ്യാജ പ്രചാരണം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പിൻഫലങ്ങൾ, അതിന് ഭാവിയിലുണ്ടാകുന്ന ഫലങ്ങൾ എന്താണെന്ന് പോലും ആലോചിക്കാതെയാണ് പലപ്പോഴും വ്യാജ പ്രചാരണങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായിട്ട് നോക്കുകയാണെങ്കിൽ 2021 നിയമസഭാ ഇലക്ഷനിൽ ഇടതുപക്ഷം വിജയിച്ചതിന് ശേഷം ആ വ്യാജ പ്രചാരണത്തിൻ്റെ തോത് കൂടിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെയും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും തളർത്തുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഈ നീക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങൾ പലതും പലപ്പോഴും പല മാധ്യമങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്ത് പൊളിക്കാറുണ്ട്. ഫാക്ട് ചെക്ക് ചെയ്യുന്നതിനൊരു പരിമിതി പല മാധ്യമം കൊണ്ട് എല്ലാ വ്യാജ പ്രചാരണങ്ങളും അവർ ഫാക്ട് ചെക്ക് ചെയ്യാറില്ല. പക്ഷെ കിട്ടുന്നത് പലത് അവർ ചെയ്യാറുണ്ടെന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തുമില്ല. അതിൽ ഇന്ത്യ ടുഡേ ഉണ്ട്, ഏഷ്യാൻ ന്യൂസ് ഉണ്ട്, മനോരമ ന്യൂസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഫാക്ട് ചെക്ക് ചെയ്യാറുണ്ട്. ഇന്ത്യ ടുഡേ ആണ് തുടർച്ചയായിട്ട് ഫാക്ട് ചെക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഒന്ന്. അവർ ഇപ്പോഴും ഒരു ഫാക്ട് ചെക്ക് കൂടി നടത്തിയിട്ടുണ്ട്. ഇത്തവണ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിനെതിരായിട്ടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരായിട്ടുമാണ് ഇപ്പോൾ വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയോ നടക്കുന്ന എന്തെങ്കിലും ഒരു റോഡ് അത് മുഹമ്മദ് റിയാസിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന നീക്കത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അയോധ്യയിലെ റോഡ്, അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് നിർമ്മിച്ച റോഡ് കഴിഞ്ഞ മഴയത്ത് തകർന്നിരുന്നു. അതും കേരളത്തിലെ റോഡാണെന്ന് പറഞ്ഞു യു പിയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേര് മുഹമ്മദ് റിയാസ് ആണെന്ന് പറഞ്ഞ പ്രചാരണം ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു. അത് അന്ന് തന്നെ ഫാക്ട് ചെക്ക് ചെയ്ത് പൊളിച്ചത് ഇന്ത്യ ടുഡേ ആയിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വാർത്ത കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ വീണ്ടും പൊതുമരാമത്ത് വകുപ്പിനെ കുറിച്ച് ഒരു വ്യാജ വാർത്ത വന്നിരിക്കുകയാണ്. ഷൊർണൂരിൻ്റെ പൊളിഞ്ഞ പാലത്തെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പുതിയ വാർത്ത വന്നിട്ടുള്ളത്. അത് കാണേണ്ടതാണ്. അത് പ്രചരിപ്പിച്ചിട്ടുള്ളത് സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ സെല്ലാണെന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ആ സംഘപരിവാറാണെന്ന് കോൺഗ്രസ് ആണെന്ന കാര്യം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ആ സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലാണെന്ന് പറയാം. ആരതി ജി എന്ന പ്രൊഫൈലിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ഷൊർണൂർ ചെറുതുരുത്തി കൊച്ചിൻ പാലം തകർന്നു എന്നാണ് അത്. എന്നിട്ട് കൊച്ചിൻ പാലത്തിൻ്റെ പണം കൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് താഴെ മുഹമ്മദ് റിയാസിൻ്റെ ഒരു ചിത്രവും മുഹമ്മദ് റിയാസിൻ്റെ ചിത്രത്തിനൊപ്പം തന്നെ എങ്ങനെ ഉണ്ട് എൻ്റെ വകുപ്പ് എന്നൊരു ചോദ്യം കൂടി ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് വെച്ച് കഴിഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പിനെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണെന്ന് എടുത്തു തന്നെ പറയാം. എന്നാൽ ഇതിനെ ഫാക്ട് ചെക്ക് അവർ നടത്തിയിട്ടുണ്ട്. ആ ഫാക്ട് ചെക്ക് പ്രകാരം കൊച്ചിൻ പാലം ചെറുതുരുത്തി ഷൊർണൂർ കൊച്ചിൻ പാലം 2011 തകരുന്നത്. ആ സമയത്ത് എന്തായാലും PA മുഹമ്മദ് റിയാസ് MLA പോലുമല്ല. നടക്കുന്ന സമയത്ത് 2011 നവംബറിലാണ് തകരുന്നത്. ആ സമയത്ത് കോൺഗ്രസിൻ്റെ സർക്കാർ കൂടിയാണുള്ളത്. പക്ഷേ ശ്രദ്ധേയമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ 2003 അതിന് സമാന്തരമായിട്ട് സംസ്ഥാന സർക്കാർ പുതിയൊരു പാലം നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെയാണ് ഗതാഗതം ഉള്ളത്. നേരത്തെ തന്നെ പാലം അപകടാവസ്ഥയിലായതുകൊണ്ട് തന്നെ അതിലേക്കൂടെ ഗതാഗതം കടത്തിവിടുന്നില്ലായിരുന്നു. ഏകദേശം 1902 110ഓളം വർഷം മുൻപ് നിർമ്മിച്ച പാലമാണ് കൊച്ചിൻ പാലം. ആ കൊച്ചിൻ പാലമാണ് 2011 തകർന്നു വീണത്. എന്ന് വെച്ചാൽ ഏകദേശം 109-110 വർഷത്തിന് ശേഷം ആ പാലം തകർന്നു വീണ്. ഇപ്പോഴത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 122 വർഷം മുൻപാണ് ആ പാലം നിർമ്മിച്ചത്. ആ പാലമാണ് തകർന്നു വീണത്. അതിപ്പോഴും ഷൊർണൂർ അല്ലെങ്കിൽ ചെറുതുരുത്തി പോകുന്നവർക്ക് നമ്മൾ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഭാരതപ്പുഴ കുറുകുള്ള പാലം ഇപ്പോഴും അതുപോലെ തകർന്നു കിടക്കുകയാണ്. ഇടയ്ക്കൊന്ന് റിനോവേറ്റ് ചെയ്യാനുള്ള ശ്രമം സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ അത് ചിലവ് വലിയ ഭീമമായതുകൊണ്ട് അതങ്ങനെ ടെക്നിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ടും അത് പിന്നെ അതുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകില്ല. പക്ഷേ അതിന് സമാന്തരമായിട്ട് നിലവിലത്തെ രീതിയിൽ ഇപ്പോൾ തന്നെ ഒരു പാലമുണ്ട്. അതിലേക്കൂടെയാണ് പൊതുഗതാഗതം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ചോദ്യമല്ല, അതിനെ പരിശോധിക്കേണ്ട കാര്യവുമല്ല. ഗതാഗതം ഇപ്പോൾ വ്യക്തമായ രീതിയിൽ മികച്ച രീതിയിൽ ഷൊർണൂർ ചെറുതുരുത്തി റൂട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ സൈഡിലുള്ള പാലം അത് തകർന്നു വേണ്ടിയിരിക്കുകയാണ്. അത് എല്ലാവരും കണ്ടതുമാണ്. പക്ഷേ 2011 തകർന്ന ഈ പാലത്തെ ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ തല്ലിൽ കെട്ടിവെച്ച് വീണ്ടും ഒരു വ്യാജ പ്രചാരണം നടത്താനാണ് പലരുടെയും ശ്രമം. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ 2011 ശേഷം ജനിച്ച കുട്ടികൾക്ക് പലർക്കും 13 വയസ്സാണ് ഇപ്പോൾ പ്രായം. 18 അല്ലെങ്കിൽ 25 വയസ്സിന് ഇടയിൽ പ്രായമുള്ളവർക്ക് പലർക്കും 2000-2005 ശേഷമാണ് ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2011 കൊച്ചിൻ പാലം എന്ന് പറയുന്ന ഈ പാലം തകർന്നു എന്ന കാര്യം പലർക്കും അറിയാൻ സാധ്യതയില്ല.
കുറച്ചുകൂടി മുൻപോട്ട് കുറച്ചുകൂടി മുതിർന്നവർക്ക് മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ. അതും പലരും 13 വർഷമായതുകൊണ്ട് മറന്നു പോകാനുള്ള സാധ്യത കൂടി വളരെ വലുതാണ്. ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു വ്യാജ പ്രചാരണം. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ ഒരു പാലമുണ്ട്, അത് തകർന്നു വീണെന്ന് ഈസി ആയിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർക്ക് പറ്റും. ഇതിൻ്റെ സത്യം അറിയാത്തവർ പലരും വിശ്വസിച്ച് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു നീക്കമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്, എടുത്തു തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. അതിനെയാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേ, ദേശീയ മാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേയുടെ മലയാളം പോർട്ടൽ വ്യക്തമായിട്ട് അത് ഫാക്ട് ചെക്ക് ചെയ്ത് പൊളിച്ച് കളഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 1924 വെള്ളപ്പൊക്കത്തിന് 100ാം വാർഷികമാണ്. ആ വെള്ളപ്പൊക്കത്തിൽ പോലും മുങ്ങാതിരുന്ന പാലമാണെന്ന് പറഞ്ഞ് ഒരു വാർത്ത മാതൃഭൂമി കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. അതിന് ചുവട് പിടിച്ചാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് ഈ പാലം വീണ്ടും വാർത്തയിലെത്തുന്നത് മാതൃഭൂമി ജൂലൈ 15 കൊടുത്ത വാർത്തയ്ക്ക് ശേഷമാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ വ്യാജ പ്രചാരണം വീണ്ടും പൊങ്ങി വന്നത് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലും അതിനുശേഷമാണ് ഈ വ്യാജ പ്രചാരണം വന്ന ഈ കൊച്ചിൻ പാലത്തിന്, ഷൊർണൂർ ചെറുതുരുത്തി പാലത്തിന് കൊച്ചിൻ പാലത്തിന് ചിത്രവും വെച്ചിട്ടുള്ള വ്യാജ പ്രചാരണം വീണ്ടും പൊങ്ങി വന്നു. എന്തൊക്കെയാണ് അത് കൃത്യമാണ് ആ സമയത്ത് ഫാക്ട് ചെക്ക് ചെയ്ത് ഇന്ത്യ ടുഡേ കള്ളത്തരം വ്യക്തമായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയും ഇതുപോലെ തന്നെ ഇതുപോലത്തെ സംഘപരിവാറിൻ്റെ പ്രൊഫൈലിൽ നിന്ന് മുഹമ്മദ് റിയാസിനെതിരായിട്ട് വ്യാജ പ്രചാരണം, പൊതുമരാമത്ത് വകുപ്പിനെതിരായിട്ടും വ്യാജ പ്രചാരണം ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിമാരിൽ ഒരാളാണ്. മാത്രമല്ല മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന മന്ത്രിമാരിൽ ഒരാൾ കൂടിയാണ് മുഹമ്മദ് റിയാസ്. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനാണെന്ന കാര്യം കൂടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇത്തരം കാര്യം വെച്ചാണ് അദ്ദേഹത്തിനെതിരെ വീണ്ടും ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ ആക്രമണം കൂടി ഇപ്പോൾ വ്യക്തമായിട്ട് ഒരു ഫാക്ട് ചെക്ക് ചെയ്യുന്ന ദേശീയ മാധ്യമം കണ്ടുപിടിച്ച് പൊളിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് അവസാനത്തായിരിക്കത്തില്ല. ഇനി ഇതുപോലത്തെ വ്യാജ പ്രചാരണങ്ങളുമായിട്ട് അവർ വരാൻ പോവുക തന്നെയാണ്. അവർ ഇനി വരിക തന്നെ ചെയ്യും. പക്ഷേ എന്നിരുന്നാലും ഓരോ സമയത്തും ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ എടുത്ത് കാണിച്ച് പൊളിച്ച് കൈ കൊടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അത് വ്യക്തമായി നമ്മൾ ചെയ്യേണ്ടതുമാണ്. എന്തൊക്കെയായാലും ദേശീയ മാധ്യമം ഇപ്പോൾ ഒരു വ്യാജ പ്രചാരണം കൂടി കണ്ടുപിടിച്ച് പൊളിച്ചിരിക്കുകയാണ്. 2011 ഷൊർണൂർ ചെറുതുരുത്തി കൊച്ചിൻ പാലം പൊളിഞ്ഞത്. ആ പാലം പൊതുമരാമത്ത് വകുപ്പ് PA മുഹമ്മദ് റിയാസിൻ്റെ കയ്യിരിക്കുന്ന സമയത്തല്ല പൊളിഞ്ഞത്. മാത്രമല്ല 1902 ഏകദേശം 120ഓളം വർഷം മുൻപ് നിർമ്മിച്ച പാലമാണ്. ആ പാലത്തിന് നേരത്തെ തന്നെ അപകടാവസ്ഥയിലായതുകൊണ്ട് തന്നെ അതിന് സമാന്തരമായിട്ട് 2003 തന്നെ ഒരു പാലം ഓൾറെഡി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഉപയോഗശൂന്യമായ ഒരു പാലമാണ് പൊളിഞ്ഞ് താഴോട്ട് വീണത്. അതുപോലും മറച്ചു വെച്ചാണ് ഈ വ്യാജ പ്രചാരണം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു.